ഏവർക്കും സ്വാഗതം. ഞാൻ ജോസ്ഫിൻ ജോസഫ്. ഞാൻ ബിന്ദു വിനോദ്. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. യുദ്ധത്തിന് മുന്നൊരുക്കമായി മേജർ ജനറൽ യോശുവയും ഇസ്രായേൽ സൈന്യവും യെരിഹോവിൽ. വനാതിർത്തിയോട് ചേർന്ന കുറുങ്കാട്ടിലെ ആഴമുള്ള പൊട്ടക്കിണറ്റിൽ ഒരു കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കയ്യിനെ കാപ്പ ചുമത്തി നാടുകടത്തി സ്വർഗീയ കോടതി. കാട്ടുമാനിനെ എറിഞ്ഞു വീഴ്ത്തി പ്രൊഫസർ ഏശാവ് അറസ്റ്റിൽ. മുൻ ഇസ്രായേൽ മുഖ്യമന്ത്രി ദാവീദ് അന്തരിച്ചു. ലോക നേതാക്കൾ അനുശോചനം അറിയിച്ചു. കുപ്രസിദ്ധ സിവിൽ എഞ്ചിനീയർ നോഹ പണി കഴിപ്പിച്ച ആഡംബര കപ്പൽ നീറ്റിലേക്ക്. 400 മീറ്റർ റിലേയിൽ നിന്നും മിരിയാമും 100 മീറ്റർ ഓട്ടത്തിൽ നിന്ന് ഗേഹസിയും പുറത്തേക്ക്. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വിശദമായി. ഈടിനും ഉറപ്പിനും ബാബേൽ സിമന്റ്. ഇഷ്ടിക മുതൽ കമ്പി വരെ കൂട്ടിയോജിപ്പിക്കാൻ ബാബേൽ സിമന്റ്. സിമന്റ് ബാബേൽ തന്നെ. വാർത്തകൾ വിശദമായി. യുദ്ധത്തിന് മുന്നൊരുക്കവുമായി മേജർ ജനറൽ യോശുവയും ഇസ്രായേൽ സൈന്യവും യെരിഹോവിൽ. വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായി നിന്നതിനാലാണ് യെരിഹോ മതിൽ തകർത്ത് മുന്നോട്ട് പോകുവാൻ യോശുവയും ഇസ്രായേൽ സൈന്യവും തീരുമാനിച്ചത്. കൂടാതെ യോശുവ പറയുന്നത് യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഓർഡർ സ്വർഗീയ കോടതിയിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്നുമാണ്. ഇതിൽ കൗതുകകരമായ ഒരു കാര്യം എന്തെന്നാൽ ഇതുവരെയും ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത യുദ്ധമുറയാണ് യോശുവയും ഇസ്രായേൽ സൈന്യവും ഉപയോഗിക്കുന്നത്. യഹോവയുടെ പെട്ടകം ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം ഊതുകയും തങ്ങളുടെ ദൈവത്തിന് ആർപ്പിടുകയും ചെയ്തുകൊണ്ട് യെരിഹോ മതിലിന് ചുറ്റും നടക്കുകയുമായതിനാൽ യോശുവയുടെയും ഇസ്രായേൽ സൈന്യത്തിൻ്റെയും ഈ യുദ്ധമുറ മനസ്സിലാക്കാൻ കഴിയാതെ പരിഭ്രാന്തിയിലാണ് യെരിഹോ രാജാവും സൈന്യവും. എന്നാൽ സർവശക്തനായ ദൈവം തങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് വിജയം തങ്ങൾക്ക് സ്വന്തമെന്ന് യോശുവ ഷലോം IPC ന്യൂസ് ചാനലിനോട് അറിയിച്ചു. വനാതിർത്തിയോട് ചേർന്ന കുറുങ്കാട്ടിലെ ആഴമുള്ള പൊട്ടക്കിണറ്റിൽ ഒരു ആൺകുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഷേഖേം പുൽത്തകിടിയിൽ ആട് മേയിച്ചു കൊണ്ടിരുന്ന ആട്ടിടയന്മാരാണ് ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയെ കിണറ്റിൽ കണ്ടെത്തിയത്. ചെറിയ കുട്ടിയുടെ നിലവിളി കേട്ട ഇടയന്മാർ കാടാകെ അരിച്ചു പെറുക്കിയെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ കാടിനുള്ളിലെ വെള്ളമില്ലാത്ത വലിയ കുഴിയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. സംഭവം ഇങ്ങനെ: കുട്ടിയുടെ സഹോദരന്മാരെല്ലാം ഇടയന്മാരാണെന്നും തങ്ങൾ ആട് മേയ്ക്കാൻ വനാന്തരങ്ങളിൽ ആഴ്ചകളോളം തങ്ങാറുണ്ടെന്നും മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലായിരുന്ന കുട്ടി ചേട്ടന്മാരെ അന്വേഷിച്ചിറങ്ങിയതാകാമെന്നും ആഴ്ചകളായി ചേട്ടന്മാർ വീട്ടിലെത്താത്തതിനെ തുടർന്ന് അപ്പനോട് വഴക്കിട്ട് ചേട്ടന്മാരെ കാണാൻ പുറപ്പെട്ടതാണെന്നും ജ്യേഷ്ഠൻ രൂപൻ ഷാലോം ന്യൂസിനോട് പ്രതികരിച്ചു. നമ്മുടെ റിപ്പോർട്ടർ ബ്രദർ അഭിഷേക് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഭിഷേക്, കേൾക്കാമെങ്കിൽ അഭിഷേക്, എന്താണ് അവിടുത്തെ വിവരം? എന്ത് പുതിയ വിവരമാണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയുക? കുട്ടി ആരോഗ്യവാനായിരിക്കുന്നുണ്ടോ? കേൾക്കാം ബിന്ദു. ഞാനിപ്പോഴുള്ളത് ഷേഖേം താഴ്വരയിലാണ്. ഇവിടെ കൂട്ടത്തോടെ ആടുകൾ മേയുന്നുണ്ട്. സഹോദരന്മാരെ അന്വേഷിച്ചിറങ്ങിയ കുട്ടിയെ പൊട്ടക്കിണറ്റിൽ തള്ളിയത് ആരാണെന്ന ചോദ്യം ഉയരുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് എത്തി കുട്ടിയെ കരയ്ക്കെത്തിച്ചു. കൈകാലുകൾ ബന്ധിച്ച അവശയായാണ് കരയ്ക്കെത്തിയത്. പോലീസ് നൽകിയ ഇളനീർ കുടിച്ച ശേഷം ഡോക്ടറിന്റെ പ്രഥമ ശുശ്രൂഷകൾ നൽകി. അവശനാണെങ്കിലും ചോദിച്ചതിന് മറുപടി നൽകി. അപ്പൻ നെയ്ത് നൽകിയ അങ്കി ഊരി വാങ്ങിയ ശേഷം കൈകാലുകൾ കെട്ടി ചേട്ടന്മാർ കുഴിയിൽ ഇടുകയായിരുന്നു. രാത്രി മുഴുവനും ഇരുട്ടിൽ കഴിച്ചുകൂടി. ചേട്ടന്മാരെ വിളിച്ചിട്ടും വിളി കേട്ടില്ല. നന്ദി അഭിഷേക്, വിവരങ്ങൾ നൽകിയതിന്. മറ്റു വാർത്തകളിലേക്ക്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കയ്യിനെ കാപ്പ ചുമത്തി നാടുകടത്തി സ്വർഗീയ കോടതി. സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊന്ന കുറ്റത്തിന് ആരോപണ വിധേയനായിരുന്ന കയ്യിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് നിഷ്ഠൂര കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നും കേസ് CBIക്ക് കൈമാറണമെന്നും കുടുംബം ആരോപിച്ചിരുന്നു. തലയുടെ പുറകിലേറ്റ് ശക്തമായ മർദ്ദനമാണ് മരണകാരണം. ഒരുമിച്ച് യാഗം കഴിക്കാൻ പോയ കയ്യിനും ഹാബേലും എന്നാൽ മടങ്ങി വന്നപ്പോൾ കയ്യിൻ മാത്രം വന്നത് മാതാപിതാക്കൾക്ക് സംശയമുളവായി. എന്നാൽ താൻ തൻ്റെ സഹോദരനെ ഒന്നും ചെയ്തിട്ടില്ല എന്നും ഹാബേൽ സമാധിയായി എന്നുമാണ് കയ്യിൻ പറഞ്ഞിരുന്നത്. പോലീസിന്റെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് സമാധി എന്ന് മാത്രം ആവർത്തിച്ച കയ്യിൻ. എന്നാൽ സമാധിക്ക് പുറകിലെ കൊലപാതകം ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് വെളിച്ചത്ത് വന്നത്. ഇതേ തുടർന്ന് സ്വർഗീയ കോടതിയിൽ പ്രതിയെ ഹാജരാക്കുകയും കുറ്റക്കാരനെന്ന് തെളിയിക്കുകയും നെറ്റിയിൽ അടയാളം ചാർത്തി നാടുകടത്താൻ സ്വർഗീയ കോടതി വിധിച്ചതുമാണ്. മന്ന ഫുഡ്സ്. ദിവസം നന്നായാൽ യാത്രയും നന്നാകും. മന്ന ഫുഡ്സ്. നല്ല കൊത്തമ്പാലരി പോലെ, നിറത്തിൽ ഗുൽഗുലു പോലെ, രുചിയിൽ നല്ല എണ്ണ ചേർത്തുണ്ടാക്കിയ തേൻദോശ പോലെ. മന്ന ഫുഡ്സ് ഒരു സ്വർഗീയ ഉൽപ്പന്നം. മന്ന ഫുഡ്സ്. പാൽ പോലെ മൃദുലം, തേൻ പോലെ മധുരം. മന്ന ഫുഡ്സ്. നിങ്ങളുടെ കൂടാരത്തിൽ വാതിൽക്കൽ കയ്യെത്തും ദൂരത്ത് ആരോഗ്യത്തിനും ദഹനത്തിനും മന്ന ഫുഡ്സ്. കാട്ടുമാനിനെ എറിഞ്ഞു വീഴ്ത്തി പ്രൊഫസർ ഏശാവ് അറസ്റ്റിൽ.
വംശനാശ ഭീഷണി നേരിടുന്നതിനാലാണ് കാട്ടുമൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്ന നിയമം ശക്തമായത്. എന്നാൽ ഈ നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഏശാവ് നിർഭാഗ്യവശാൽ തൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന മാനിനെ എറിഞ്ഞു വീഴ്ത്തി പാകം ചെയ്തത്. വേട്ടയാടൽ മുഖ്യ തൊഴിലാക്കിയിരുന്ന ഏശാവ് നിയമ ഭേദഗതിയെ തുടർന്ന് തൻ്റെ തൊഴിൽ നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ പിതാവ് മരണശയ്യയിലാണെന്നും അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം തന്നെ അറിയിച്ചതാണ് വീണ്ടും താൻ നിയമം മറന്നുകൊണ്ട് മാനിനെ എറിഞ്ഞു വീഴ്ത്താനുണ്ടായ കാരണമെന്നും പ്രതി ശാലോം ന്യൂസിനോട് പ്രതികരിച്ചു. വിശദ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ലീഫ രാജേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലീഫ, കേൾക്കാമെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി വിവരങ്ങൾ പങ്കുവയ്ക്കാമോ? എന്താണ് അവിടെ സംഭവിച്ചത്? കേൾക്കാം, പറഞ്ഞോളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രൊഫസർ ഏശാവിൻ്റെ വീടിന് മുന്നിലാണ്. വാർത്ത കേട്ടറിഞ്ഞ് രാവിലെ തന്നെ വീടിന് ചുറ്റും ധാരാളം ജനക്കൂട്ടം ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും മാത്രമാണ് ആ വീടിനുള്ളത്. പിതാവ് വളരെ അവശനിലയിലാണ്. പിതാവ് ശബ്ദം കേട്ടാണ് ആളുകളെ തിരിച്ചറിയുന്നത്. ഞങ്ങൾക്ക് പോലും ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. തനിക്ക് ഒരു ഇളയ മകൻ കൂടി ഉണ്ട് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം നാടുവിട്ടെന്നും പിതാവ് ഇശയാക്ക് പ്രതികരിച്ചു. മാനിനെ തന്നെയാണ് പിടിച്ചതെന്നും അതിൻ്റെ ശരീരാവശിഷ്ടങ്ങളായ തല, കൊമ്പ് എന്നിവ ചാക്കിൽ കെട്ടിയ നിലയിൽ സമീപത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പുറത്തെ വലിയ വിറകടുപ്പിൽ ചെമ്പിലാണ് ഇറച്ചി പാകം ചെയ്തത്. കഴിച്ച ശേഷമുള്ളവ അടച്ചു വെച്ച നിലയിലാണ്. പോലീസ് അടപ്പ് തുറന്നപ്പോൾ നല്ല മണം പരക്കുകയായിരുന്നു. പോലീസ് വീടിനുള്ളിലും പുറത്തും റെയ്ഡ് നടത്തുന്നുണ്ട്. അമ്മയെയും മകനെയും മാറി മാറി ചോദ്യം ചെയ്തിരുന്നുണ്ട്. ചില നിമിഷങ്ങൾക്കകം ഏശാവിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ലീഫ, നമ്മോട് തത്സമയ വിവരങ്ങൾ നൽകിയതിന്. മറ്റു വാർത്തകളിലേക്ക്. മുൻ ഇസ്രായേൽ മുഖ്യമന്ത്രി ദാവീദ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇസ്രായേൽ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്ന ദാവീദ് അന്തരിച്ചു. ഗായകൻ, സംഗീത സംവിധായകൻ, ഗ്രന്ഥകാരൻ, മികച്ച മുഖ്യമന്ത്രി, രാഷ്ട്രീയ നേതാവ് എന്നീ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു ദാവീദ്. തന്നെ സ്നേഹിച്ചവരും താൻ സ്നേഹിച്ചവരുമായിരുന്ന ആയിരങ്ങൾ തന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. കണ്ണേ കരളെ ദാവീദേ, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള മുദ്രാവാക്യത്തിനാൽ മുഖരിതമാണ് അന്തരീക്ഷം. ലോക നേതാക്കളായ നരേന്ദ്രമോദി, ഡൊണാൾഡ് ട്രംപ് എന്നിവർ അനുശോചനം അറിയിച്ചു. ദാവീദിന്റെ മകൻ ശലോമോന്റെ സദൃശവാക്യങ്ങൾ ലോകപ്രസിദ്ധമാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ദാവീദ് നഗരത്തിൽ നടക്കും. സുപ്രസിദ്ധ സിവിൽ എഞ്ചിനീയർ നോഹ പണി കഴിപ്പിച്ച ആഡംബര കപ്പൽ നീറ്റിലേക്ക്. അതിക്രമം പെരുകിയത് മൂലം ഓപ്പറേഷൻ ക്ലീൻ എർത്ത് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ അത്യാഡംബര കപ്പലിൻ്റെ പണി നടപ്പിലാക്കിയത്. ഗോഫർ മരത്തിൻ്റെ തടിയാണ് പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ സ്വർഗീയ ബഡ്ജറ്റിൽ പ്രത്യേക ഫണ്ട് കണ്ടെത്തിയാണ് പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അഭിഷേക് ചേരുന്നുണ്ട്. നമുക്ക് അഭിഷേകിനോട് ചോദിക്കാം. അഭിഷേക്, എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ബിന്ദു, ആഡംബരത്തിന്റെ അവസാന വാക്ക് എന്ന് പറയാവുന്ന രീതിയിലുള്ള നിർമ്മിതമാണിത്. പൂർണ്ണമായും തടിയിൽ ചെയ്തു കൊടുത്തുന്ന കപ്പൽ തന്നെയാണ് എന്ന് വ്യക്തം. ഇന്റീരിയറൊക്കെ വളരെ മനോഹരമായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. സ്വർഗീയ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഡ്രോയിങ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഏകദേശം 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരവുമുണ്ട്. 3 നിലകളിലായാണ് ഈ ജലരാജാവിനെ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു പ്രളയം വരാൻ പോകുന്നു എന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കപ്പലിൽ ടിക്കറ്റ് എടുക്കാൻ ബുക്ക് ചെയ്യാമെന്നുമാണ് നോഹ അറിയിച്ചത്. www.nohaark.com എന്ന വഴി ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഇതുവരെ ഒരു ബുക്കിങ്ങും പോലും ആയിട്ടില്ല എന്നും നല്ല രീതിയിൽ നോഹ പരസ്യം ചെയ്യുന്നതുണ്ടും അറിയുന്നു. ഏതായാലും ഷിപ്പിന്റെ പൂർണ്ണമായ റിവ്യൂ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ സുരേഷിനൊപ്പം അഭിഷേക്. നന്ദി അഭിഷേക്, വിവരങ്ങൾക്ക് പങ്കുവച്ചതിന്. ഇനി ഒരു ഇടവേള. ഇനി ഓരോ ആഘോഷകാലവും ഏതേനോടൊപ്പം നവ ഡിസൈനുകളുടെ സുന്ദരഭാവങ്ങൾ കോർത്തിണക്കി നെയ്ത്തുകാരുടെ യഥാർത്ഥ ഭാവത്തിൽ പ്രകൃതിയോടിണങ്ങി പ്രകൃതിയുടെ പ്രൗഢിയോടെ ഏതേൻ സിൽക്സ്. വസ്ത്ര സംസ്കാരത്തിൽ അടിപൊളി മാറ്റം. ഏതേൻ സിൽക്സ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ഷോപ്പുകൾ. ഏതേൻ എപ്പോഴും എന്നും നിങ്ങൾക്കൊപ്പം. ഏതേൻ സിൽക്സ്. കായിക വാർത്തകൾ. 400 മീറ്റർ റിലേയിൽ നിന്നും മിരിയാമും 100 മീറ്റർ ഓട്ടത്തിൽ നിന്നും ഗേഹസിയും പുറത്തേക്ക്. തൻ്റെ കോച്ചായ മോശയ്ക്കെതിരെ സ്പോർട്സ് കൗൺസിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനാലാണ് മിരിയാമിനെതിരെ നടപടി എടുത്തത്. എന്നാൽ ഗേഹസി ഓട്ടം മത്സരത്തിനിടയിൽ കൈവശം വെക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ കൈവശം വെച്ചതിനാലാണ് നടപടി. സ്പോർട്സ് കൗൺസിൽ കൂടിയാലോചിച്ച് സ്വർഗീയ കോടതിയിൽ സംഭവം രേഖാമുഖാന്തരം നൽകി.
മിരിയാമിൻ്റെയും ഗേഹസിയുടെയും വാദങ്ങൾ ഒന്നും തന്നെ കൂട്ടാക്കാൻ സ്വർഗീയ കോടതി തയ്യാറായില്ല. കുഷ്ഠരോഗം എന്ന കടുത്ത ശിക്ഷാ നടപടി നൽകിയാണ് സ്പോർട്സ് കൗൺസിൽ നിന്ന് പുറത്താക്കിയത്. കൂടാതെ പിൻപിലുള്ളതിനെ മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് നേരെ ഓടണം എന്നുള്ള ഓർഡർ കോടതി പുറത്തിറക്കി. ഇത് ലംഘിക്കുന്നവരെ കയ്യും കാലും കെട്ടി തീപ്പൊയ്കയിൽ തള്ളിയിടാനും ഓർഡറിൽ പരാമർശിക്കുന്നു. ആയതിനാൽ സ്വർഗീയ ലാക്കിലേക്ക് ഓടുന്ന ഏവരും ഇത് ഓർക്കണമെന്ന് ബൈബിൾ പറയുന്ന നിയമങ്ങൾ പാലിക്കണമെന്നും കോടതി വിധിയിൽ പറയുന്നു. കാലാവസ്ഥ. ഇന്ന് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ടും പരക്കെയും ആത്മമാരി പെയ്തതായി കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം സ്വർഗസിയോനിൽ നിന്നും അറിയിപ്പ് ലഭിച്ചു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. യുദ്ധത്തിന് മുന്നൊരുക്കവുമായി മേജർ ജനറൽ ജോഷുവയും ഇസ്രായേൽ സൈന്യവും എരിഹോവിൽ. വനാതിർത്തിയോട് ചേർന്ന കുറുംകാട്ടിലെ ആഴമുള്ള പൊട്ടക്കിണറ്റിൽ ഒരു കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കയ്യിനെ കാപ്പ ചുമത്തി നാടുകടത്തി സ്വർഗീയ കോടതി. കാട്ടുമാനിനെ എറിഞ്ഞു വീഴ്ത്തി പ്രൊഫസർ ഏശാവ് അറസ്റ്റിൽ. മുൻ ഇസ്രായേൽ മുഖ്യമന്ത്രി ദാവീദ് അന്തരിച്ചു. ലോക നേതാക്കൾ അനുശോചനം അറിയിച്ചു. സുപ്രസിദ്ധ സിവിൽ എഞ്ചിനീയർ നോഹ പണി കഴിപ്പിച്ച ആഡംബര കപ്പൽ നീറ്റിലേക്ക്. 100 മീറ്റർ റിലേയിൽ നിന്ന് മിരിയാമും 400 റിലേയിൽ നിന്ന് ഗേഹസിയും പുറത്തേക്ക്. കടുത്ത ശിക്ഷാ നടപടികളോടുകൂടിയാണ് പുറത്തേക്ക്. ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. IPC കോവളം ഏരിയ കൺവെൻഷനോടൊപ്പം അനുഗ്രഹീതമായ രീതിയിൽ സൺഡേ സ്കൂൾ, PYPA, ഇവന്റ്സ് ഫെലോഷിപ്പ്, ഇവാഞ്ചലിസം ബോർഡ് എന്നീ പുത്രികാ സംഘടനകളുടെ വാർഷികം നടന്നുവരുന്നതായി അറിയുന്നു. ഫെബ്രുവരി 1 ആരംഭിച്ച കൺവെൻഷൻ യോഗം IPC കോവളം ഏരിയ പ്രസിഡന്റ് പാസ്റ്റർ വർഗീസ് എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. പാസ്റ്റർ അനീഷ് കാവാലം ആദ്യത്തെ ദിവസം വചനം ശുശ്രൂഷിച്ചു. അനേകം ദൈവദാസന്മാരുടെയും വിശ്വാസികളുടെയും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു വരുന്നു. നെയ്യാറ്റിങ്കര ടൗൺ ഹാളിൽ ഇന്ന് രാവിലെ ശ്രേഷ്ഠ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും കൂടിവരവിൽ സംയുക്ത സമാരാധനം നടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അനേകം ദൈവദാസന്മാർ വാർഷികയോഗത്തിൽ പങ്കെടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾ സംഭവ സ്ഥലത്ത് നിന്ന് നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി പാസ്റ്റർ ജെയിംസ് പോൾ അവர்கள் ചേരുന്നു. പാസ്റ്റർ ജെയിംസ് പോൾ, താങ്കൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അവിടുത്തെ രീതികൾ നടന്നു പോകുന്നത്? വളരെ അനുഗ്രഹമായ രീതിയിൽ പ്രോഗ്രാം നടന്നു വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ജോസ്മിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. വളരെ സന്തോഷത്തോടു കൂടെ IPC കോവളം ഏരിയ കൺവെൻഷൻ്റെ 2ാമത് വാർഷിക കൺവെൻഷൻ നെയ്യാറ്റിങ്കര ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സെൻട്രൽ മിനിസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ വർഗീസ് എബ്രഹാം അവറുകൾ വളരെ ശക്തമായി സന്ദേശം നൽകി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നിർവഹിക്കുകയും സെൻട്രൽ സെക്രട്ടറി ജാസ്മിൻ ജോൺ, സെൻട്രൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, സെൻട്രൽ പാസ്റ്റർമാരെല്ലാം ചേർന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ ശുശ്രൂഷ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ശക്തമായ സന്ദേശം ഞങ്ങളുടെ സെൻട്രൽ മിനിസ്റ്റർ കൊടുത്തു. അതിനുശേഷമായി പക്ഷെ അനീഷ് കാവാലം ശക്തമായി ദേശത്തോട് സംസാരിച്ചു. ഇന്ന് പകലത്തെ ആരാധനയിൽ വളരെ അനുഗ്രഹമായ ശുശ്രൂഷകൾ നടക്കുവാൻ കഴിഞ്ഞു. പക്ഷെ ജാസ്മിൻ ജോൺ അവറുകൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അനുഗ്രഹിത സുവിശേഷ പ്രസംഗകരായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് LK റോയ് സാർ അവറുകൾ, ഡോക്ടർ വിൽസൺ വർഗീസ് അവറുകൾ, IPC ജനറൽ മാനേജറായിരിക്കുന്ന പക്ഷെ KP കുര്യൻ അവറുകൾ ദൈവത്തിൽ സംസാരിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന വർഗീസ് എബ്രഹാം അവറുകൾ നേതൃത്വം കൊടുക്കുന്ന തിരുവത്താഴ് ശുശ്രൂഷ ഉണ്ടായിരുന്നു. സെൻട്രൽ കൊയറും അതോടുകൂടെ കൊച്ചുമോൻ വളരെ മനോഹരമായ രീതിയിൽ ലീഡ് ചെയ്തുകൊണ്ടും നല്ല പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ കൺവെൻഷൻ അവസാനിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പക്ഷെ റെജി മാത്യു ഇന്ന് രാത്രി പ്രസംഗിക്കും. ബ്രദർ കൊച്ചുമോനും സെൻട്രൽ കൊയറും പാട്ടുപാടും. എല്ലാവരെയും നിങ്ങളെ സഹിതം ഞങ്ങൾ ഇന്നത്തെ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. വളരെ നന്ദി പാസ്റ്റർ ജെയിംസ് പോൾ, സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ വിശദീകരിച്ചതിന്. ഇനിയൊരു ഇടവേളയോടുകൂടെ വാർത്തകൾ അവസാനിക്കുന്നു. കേശ സൗന്ദര്യത്തിന് പരിമളം ഹെയർ ഓയിൽ. ഇടതൂർന്ന നീളമുള്ള കേശവർദ്ധനവിന് പരിമളം ഹെയർ ഓയിൽ. മുടികൊഴിച്ചിൽ, അകാലനര എന്നിവയകറ്റാൻ അത്യുത്തമം പരിമളം ഹെയർ ഓയിൽ. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായ ന്യൂസ് അവതരണം ചെയ്ത പോത്തൻകോട്